ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വണ്ടി നമ്മൾ ദ്വാരകയിൽ വന്ന് ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വണ്ടീനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഈ വണ്ടിയിൽ നമ്മൾ എന്തായാലും യാത്ര ചെയ്യും. ആർച്ച വണ്ടിയിൽ കയറിയിരിക്കുന്നുണ്ട്. ആദ്യം സ്ഥലമൊക്കെ പിടിച്ച് ഫ്രണ്ടിൽ തന്നെ മൂപ്പരാൾ ഇരിക്കുന്നുണ്ട്. ദ്വാരകയുടെ മെയിൻ ഗേറ്റ് ആണോ നിങ്ങൾ ബാക്കിൽ കാണുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് യാത്ര. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഇവിടെ ഗുഡ്സ് ആയിട്ട് കൊണ്ടുപോകാനും അതുപോലെ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാ നോക്കിയാൽ വണ്ടിയിൽ ഒരു ബൈക്ക് കൊണ്ടുപോകണുണ്ടോ. വളരെ ചിലവ് കുറവാണ് കേട്ടോ ഇതിൽ യാത്ര ചെയ്യാനായിട്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ദ്വാരകാധി ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ടാണ് നമ്മൾ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. നാഗേശ്വർ മഹാദേവ ക്ഷേത്രം ജ്യോതിർലിംഗ ക്ഷേത്രമാണ്. എന്താണ് ജ്യോതിർലിംഗം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം, അറിയാത്തവരോടാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ യാത്ര ഇവിടെ നിന്ന് തുടങ്ങാണ്. നമ്മളുടെ ഇപ്പോൾ നേരത്തെ കണ്ടില്ലേ ഈ ഒരു വണ്ടി, ഇതിനകത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിന്നും 16 കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക്. നമ്മുടെ ഭാരതത്തിൽ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളാണുള്ളത്. ജ്യോതിർലിംഗ ക്ഷേത്രം എന്ന് പറയുന്നത് ശിവഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ് കേട്ടോ. നമ്മുടെ ഭാരതത്തിൽ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഫോട്ടോ സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗുജറാത്തിൽ 2 ജ്യോതിർലിംഗ ക്ഷേത്രമാണുള്ളത്. ഒന്നാമത്തത് സോമനാഥ് ക്ഷേത്രവും രണ്ടാമത് വരുന്നത് നാഗേശ്വർ ജ്യോതിർലിംഗ മഹാദേവ ക്ഷേത്രവുമാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തേത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സോമനാഥ് ക്ഷേത്രമാണ്, സൗരാഷ്ട്രയിലെ സോമനാഥ് ക്ഷേത്രം. പിന്നീട് വരുന്നത് മഹാകാലേശ്വർ ക്ഷേത്രമാണ്, മധ്യപ്രദേശാണ് കേട്ടോ സ്ഥലം വരുന്നത്. പിന്നീടുള്ളത് ഭീംശങ്കർ എന്ന് പറയുന്ന ക്ഷേത്രമാണ്. ഇത് മഹാരാഷ്ട്രയിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അടുത്തത് ത്രയംബകേശ്വർ ക്ഷേത്രമാണ്. നമ്മുടെ മഹാരാഷ്ട്രയിലെ നാസിക്കിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. പിന്നീടുള്ളത് നമുക്ക് എല്ലാവർക്കും പരിചയമായ രാമേശ്വരം ക്ഷേത്രമാണ് കേട്ടോ, തമിഴ്നാട്ടിലെ. പിന്നീടുള്ളത് ഓംകാരേശ്വർ എന്ന് പറയുന്ന ഈ ഒരു ക്ഷേത്രമാണ്. അത് നർമ്മദ നദിയുടെ തീരത്താണ് ആ ഒരു ക്ഷേത്രം ഉള്ളത് കേട്ടോ. അതുപോലെ സ്ഥലം വരുന്നത് മധ്യപ്രദേശ് തന്നെയാണ് കേട്ടോ. പിന്നീടുള്ളത് ജാർഖണ്ഡിലെ വൈദ്യനാഥ ക്ഷേത്രമാണ് ഉള്ളത്. പിന്നെ അടുത്തത് വരുന്നത് ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന മല്ലികാർജുന ക്ഷേത്രമാണ്. പിന്നെ നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന ഒരു ക്ഷേത്രമാണ് കേദാർനാഥ്. നമ്മുടെ ശങ്കരാചാര്യരാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത്. വർഷത്തിൽ 6 മാസം മാത്രമാണ് ഈ ഒരു ക്ഷേത്രം തുറക്കുള്ളൂ കേട്ടോ, മഞ്ഞ് മൂടി പോകുന്നത് കൊണ്ടാണ് അങ്ങനെ. പിന്നീടുള്ളത് ഉത്തർപ്രദേശിലെ വിശ്വനാഥ ക്ഷേത്രമാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് ഗുജറാത്തിലെ ദ്വാരകയ്ക്ക് അടുത്തുള്ള നാഗേശ്വർ ജ്യോതിർലിംഗ ഈ ക്ഷേത്രത്തിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. പിന്നീട് ഒരു ക്ഷേത്രം കൂടിയാണ് ഉള്ളത്, കൃഷ്ണേശ്വർ എന്നാണ് ആ ഒരു ക്ഷേത്രത്തിൻ്റെ പേര്. അത് വരുന്നത് മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ ഇനി നമ്മുടെ യാത്ര നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പോകുന്ന വഴിയിൽ ഇവിടെ 1-2 പേർക്ക് ഇറങ്ങാനുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത്. അപ്പോൾ അവിടെ നിന്ന് അവരെ ഇറക്കിയിട്ടുള്ള യാത്ര നമ്മൾ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഒരു വിജനംബിച്ചൊരു സ്ഥലത്ത് കൂടെയാണ് നമ്മൾ പോകുന്നത്. വീടുകളോ അല്ലെങ്കിൽ വേറെ കെട്ടിടങ്ങളോ ഒന്നുമില്ല. അങ്ങനെ വിജനമായൊരു പ്രദേശം. ദ്വാരകയിൽ ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്, ആൾ താമസം കുറവായ സ്ഥലങ്ങൾ, ആളുകൾ കുറവായ സ്ഥലങ്ങൾ, കുറേ കാട് പിടിച്ച് കിടക്കുന്ന ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. നിങ്ങളൊക്കെ കണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നുകാലികളുടെ ഫാമാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ അടുത്താണ് ആളുകൾ ഇറങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ക്ഷേത്രം എത്തുന്നതിന് തൊട്ട് മുന്നേ എന്ന് വെച്ചാൽ കുറച്ച് അകലായിട്ട് നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലത്തെ ഒരു ശില്പമുണ്ട്. വലിയൊരു ശില്പമാണ്. 25 മീറ്റർ ഹൈറ്റുള്ള ആ ഒരു ശില്പമാണ് കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ സ്റ്റാൻഡിൽ വന്ന് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആളുകളൊക്കെ ഇറങ്ങാണ്. നമ്മൾ ഇറങ്ങിയിട്ട് അടുത്ത ആളുകൾ വന്നിട്ടുണ്ട് കയറി തിരിച്ചു പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ശില്പം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള ആ ഒരു ശില്പം, അത് എനിക്ക് ഗംഭീരമായിട്ട് തോന്നിയൊരു ശില്പമാണ്. ഏതാണെന്ന് മനസ്സിലായോ? നമ്മുടെ ആഴിമുഖത്തുള്ള ആ ഒരു ശില്പം. ഞാൻ കൊറോണയുടെ ടൈമിലാണ് ആ ഒരു ശില്പം കാണാനായിട്ട് പോയത് ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ ഗംഭീര ഒരു ശില്പം തന്നെയായിരുന്നു. ആ ഒരു മുഖഭാവത്തിലുള്ള ശിവനെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമാണ്. കണ്ടിട്ടില്ലാത്തവർ ദയവായി അതൊന്നും പോയി കാണണം, അടിപൊളിയാണ്. ലൊക്കേഷനും സൂപ്പർ തന്നെയാണ് കേട്ടോ. കടലിൻ്റെ തീരത്തായിട്ട് ഗംഭീര ഒരു ശില്പമാണ് ആഴിമുഖത്തുള്ളത്. അങ്ങനെ നമ്മൾ ജ്യോതിർലിംഗ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഈ ഒരു ക്ഷേത്രത്തിനകത്ത് നമ്മൾ ഫോണിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല അകത്ത് മൊബൈലിൽ ഷൂട്ട് ചെയ്യാനായിട്ട്. ആദ്യം നമുക്ക് ഈ ഒരു ശിവൻ്റെ ശില്പത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകാം. തൊട്ടടുത്ത് തന്നെ ആയിട്ട് വലിയൊരു പ്രാവും കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ ശില്പത്തിൻ്റെ അടുത്ത് പോയപ്പോഴാണ് വേറൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലായത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു രുദ്രാക്ഷം കണ്ടോ, അതിൻ്റെ ഇടയിൽ കറുത്ത 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 കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ഭാഗം കാണാം. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാവുകൾ ഈ ഓരോ രുദ്രാക്ഷത്തിൻ്റെ ഇടയിലും കയറിയിരിക്കുന്നതാണ്. ഞാനൊന്ന് സൂം ചെയ്ത് നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇത്തിരി സൂം ചെയ്താൽ അത് ചിലപ്പോൾ മനസ്സിലാവും. കണ്ടോ, ഇതിനകത്തൊക്കെ പ്രാവുകൾ ഇരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് അകലെന്ന് കാണുമ്പോൾ. ആ ഒരു രുദ്രാക്ഷം കറക്റ്റ് അങ്ങോട്ട് നമുക്കിങ്ങനെ എടുത്ത് കാണിച്ച് തരുന്ന പോലെ നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്. അവരുടെ കൂടാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം അതിന് തൊട്ടപ്പുറത്ത് ആ ഒരു കൊടി കാണുന്നുണ്ടോ, ധ്വജം, അതാണ് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ എന്ന് പറയുന്നത്. സ്വയംഭൂ ആയുള്ള ആ ഒരു ശിവലിംഗമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതായത് ശിവൻ നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആ ഒരു ക്ഷേത്രമാണ് ഇത്. ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗത്തിനെ പറയുന്നത് ദ്വാരക വനം എന്നാണ് പറയുന്നത്. ദ്വാരക അല്ല കേട്ടോ, ദ്വാരുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ദ്വാരകയ്ക്ക് എടുത്തായതുകൊണ്ട് തന്നെയാണ് ദാരുക എന്ന് പറയുമ്പോൾ നമുക്ക് തെറ്റിപ്പോകുന്നത്. ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ ഗ്രില്ലടിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ കറക്കി കറക്കി ആളുകളെ കയറ്റുന്ന പോലെ തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഇവിടെ പച്ച മലയാളത്തിൽ അല്ല, പച്ച ഗുജറാത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ അത് പഴയതാണ് കേട്ടോ, പഴയ ആ ഒരു എഴുത്താണ്. ഇപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിലെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലത്തെ ശ്രീകോവിലിനകത്ത് കയറി കണ്ടോ, അവിടെ ഇരുന്ന് അവർ പൂജകളൊക്കെ ചെയ്യുന്നുണ്ടോ, അതുപോലെ നമുക്കും ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ഇന്ന ദിവസങ്ങളിൽ എനിക്കിവിടെ ചെയ്യണം, ഇങ്ങനെ പൂജയും കാര്യങ്ങളും എനിക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ ബുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ചാർജബിളൊക്കെ ആയിരിക്കും. അതെത്രയാണെന്നൊന്നും കറക്റ്റായിട്ട് എനിക്കറിയില്ല. പിന്നെ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടുകാർക്ക് കൂടെ വരാൻ പറ്റില്ല എങ്കിൽ അവർക്ക് ഇവിടുത്തെ പ്രതിഷ്ഠയും കാര്യങ്ങളും ഓൺലൈനായിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഒരു സൗകര്യം ഈ ഗുജറാത്തിലെ കുറേ ക്ഷേത്രങ്ങളിൽ അങ്ങനെ ഉണ്ട്. നമുക്ക് ഓൺലൈനായിട്ട് ക്ഷേത്രത്തിലത്തെ കാര്യങ്ങൾ, ശ്രീകോവിലിനകത്തെ കാര്യങ്ങൾ വരെ ദർശനത്തിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ശിവലിംഗത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് നന്ദികേശൻ്റെ ഒരു ശില്പം കൂടി ഇവിടെ ഉണ്ട്. അത് നല്ല ഭംഗിയിൽ നല്ല രസത്തിൽ പണിത് വെച്ചിട്ടുള്ളൊരു ശില്പം തന്നെയാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യവും ഐതിഹ്യവുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്ഷേത്രത്തിലത്തെ ഈ ഒരു ജ്യോതിർലിംഗം എന്ന് പറയുന്നത് വളരെ പവിത്രമായൊരു ജ്യോതിർലിംഗമാണ്. ഭൂമിയിൽ ആദ്യത്തെ ജ്യോതിർലിംഗം ഇതാണ് എന്നാണ് കരുതപ്പെടുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു നാഗേശ്വർ എന്നുള്ള ഒരു പദം, ആ ഒരു നാഗേശ്വർ എന്നുള്ള ആ ഒരു പേര് വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ശിവഭഗവാന്റെ കഴുത്തിലുള്ള ആ ഒരു സർപ്പത്തിനെയാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അതിനെയാണ് ആ സൂചിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ വന്ന് ദർശനം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാതര വിഷങ്ങളിൽ നിന്നും നമുക്കൊരു സംരക്ഷണം ഉണ്ടാകുമെന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. പ്രത്യേകിച്ച് സർപ്പവിഷം ആണ് കേട്ടോ. ഈ സർപ്പവിഷയത്തിൽ നിന്നൊക്കെ നമ്മളെ ഒരു സംരക്ഷണം നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു വിശ്വാസം. പിന്നെ ഇവിടുത്തെ ഒരു ചെറിയൊരു ഐതിഹ്യം ഉണ്ട്, ഒരു കഥയുണ്ട്. അതായത് ഇവിടെ ഒരു അസുരൻ ഉണ്ടായിരുന്നു, ദാരുകൻ എന്ന പേരുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു. പുള്ളി ഒരു ശിവഭക്തനെ വധിക്കാനായിട്ട് വരികയും അവിടെ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഈ ഒരു ദാരുകനെ വധിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ആ ഒരു കഥ പോകുന്നത് കേട്ടോ. ഈ കഥയുടെ പിന്നിൽ കുറേ കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചുരുക്കി നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. കുറേ അഭിപ്രായങ്ങളുണ്ട് ഈ ഒരു സ്ഥലത്തെക്കുറിച്ചും ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ചും. ഇതുപോലെ തന്നെ ഈ ഒരു ജ്യോതിർലിംഗ ക്ഷേത്രത്തിനെ സൂചിപ്പിക്കുന്ന 3 ക്ഷേത്രങ്ങളും ഇന്ത്യയിൽ ഇന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ വളരെ കോംപ്ലിക്കേഷൻ ആക്കാതെ ഞാൻ ഈ പറഞ്ഞു നിർത്തുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ലൊക്കേഷനിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. അതിനുവേണ്ടി നമ്മുടെ ആ 3 ചക്രമുള്ള വണ്ടീനെ നമ്മൾ വെയിറ്റ് ചെയ്ത്, ഓട്ടോറിക്ഷയ്ക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. ഓട്ടോറിക്ഷയിലല്ല നമ്മൾ പോകുന്നത്. നമ്മളുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന നിലയിൽ ആ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ തിരിച്ചുള്ള യാത്രയുണ്ട്.